ഉത്തര മലബാറിൽ കെട്ടിയാടപ്പെടാറുള്ള തെയ്യങ്ങളിൽ വാണിയ സമുദായക്കാരുടെ കുലദേവതയാണ് മുച്ചിലോട്ട് ഭഗവതി. ഏറെ ലാവണ്യമുള്ള തെയ്യമാണ് മുച്ചിലോട്ട് ഭഗവതി. ഭഗവതിയുടെ മുഖത്തെഴുത്തിന് കുറ്റിശങ്കും പ്രാക്കും എന്നാണ് പറയുന്നത്. സാത്വിക ആയതിനാൽ ചടുലമായ ചലനവും വാക്കും ഈ തെയ്യത്തിനില്ല. സർവാലങ്കാരഭൂഷിതയായി സുന്ദരിയായി നവവധു പോലെയാണ് ഈ തെയ്യം. നിത്യകന്യകയായ ദേവിയുടെ താലികെട്ടാണ് പെരുങ്കളിയാട്ടം. 12 വർഷം കൂടുമ്പോഴാണ് പെരുങ്കളിയാട്ടം നടത്തുന്നത്. പരാശക്തിയുടെ അവതാരമായ ബ്രാഹ്മണ കന്യകയായി ഭൂമിയിൽ ജനിച്ച ദേവി ചെറുപ്രായത്തിൽ തന്നെ അറിവുകൊണ്ട് വിജയം നേടുകയും എന്നാൽ അതിൽ അസൂയയും കലിയും പൂണ്ട പുരുഷ മേധാവിത്വം അപവാദ പ്രചാരണം നടത്തി ഭ്രഷ്ട് കൽപ്പിച്ചപ്പോൾ അപമാനഭാരത്താൽ അഗ്നിയിൽ സീതാദേവിയെപ്പോലെ ജീവൻ ഹോമിച്ച വിദ്യാസമ്പന്നയായ ബ്രാഹ്മണ കന്യകയാണ് മുച്ചിലോട്ട് ഭഗവതി. മുച്ചിലോട്ട് ഭഗവതിയെ മുച്ചിലോട്ടച്ചി എന്നും മുച്ചിലോട്ടമ്മയെന്നും മുച്ചിലോട്ട് പോതി എന്നും വിളിക്കാറുണ്ട്. മറ്റു പരദേവതമാർക്ക് ഉത്സവാഘോഷങ്ങളായി കോലം കെട്ടി കളിയാട്ടങ്ങൾ നടത്തി വരുന്നത് പോലെ തനിക്കും വേണമെന്ന് മുച്ചിലോട്ട് ഭഗവതിയും തീരുമാനിച്ചു. മുച്ചിലോട്ട് പടനായർക്കും കോലത്തുനാട് ഭരിച്ച കോലത്തിരി തമ്പുരാനും തൻ്റെ ആഗ്രഹം സ്വപ്നരൂപത്തിൽ ഉണർത്തിച്ച പ്രകാരമാണ് മാന്ത്രിക പണ്ഡിതന്മാരായ ബ്രാഹ്മണർ ചിട്ടപ്പെടുത്തിയ പടിത്തരവും പട്ടോല ചാർത്തും അനുസരിച്ച് കരിവള്ളൂർ മുച്ചിലോട്ട് കാവിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലം കെട്ടിയാടുന്നത്. അക്കാലത്തെ മാന്ത്രികനും മായാജാലക്കാരനുമായിരുന്ന മണക്കാടൻ ഗുരുക്കളാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലം രൂപകൽപ്പന ചെയ്ത് കെട്ടിയാടിയത്. പെരുവണ്ണാൻ സമുദായത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ തന്നെ ആണ് ഇന്നും അത് ചെയ്യുന്നതും. 2 കോലങ്ങൾ ഒരേ സമയം കെട്ടിയാടുന്ന പയ്യന്നൂരിലെ പൂന്തുരുത്തി മുച്ചിലോട്ട് കാവിൽ ഒരു കോലം കെട്ടാനുള്ള അധികാരവും അവകാശവും അഞ്ഞൂറ്റാനാണ് 2 പേരും തിരുമുടി വെക്കട്ടെ, 2 പേരെയും എനിക്ക് വേണമെന്ന തമ്പുരാട്ടിയുടെ ഹിതം പ്രാശ്നികമായി ചിന്തിപ്പിച്ചപ്പോഴുണ്ടായ തീരുമാനപ്രകാരമാണ് അത് ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു. ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ രൂപഘടന ബ്രഹ്മാണ്ഡ കടാഹമായിട്ടാണ് മണക്കാടൻ ഗുരുക്കൾ സങ്കല്പിച്ചിട്ടുള്ളത്. 3 ഘടകങ്ങളായിട്ട് 1 സമുദ്രം, 2 ഭൂമി, 3 ആകാശം. ആകാശത്തിൽ മഴവില്ല് വളഞ്ഞ രീതിയിൽ കാണുന്നത് പോലെയാണ് ഭഗവതിയുടെ തിരുമുടി സങ്കല്പിച്ചിട്ടുള്ളത്. തിരുമുടി ആകാശമായും ദേഹം ഭൂമിയായും ഉടയാടകൾ സമുദ്രമായുമാണ് സങ്കല്പം. മഴ പെയ്യുന്ന സങ്കല്പമായിട്ടാണ് തിരുമുടിയിൽ കാണുന്ന ചെക്കിമാല. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയുമാണ് ഉടയാടയിൽ അലങ്കരിച്ച് കാണുന്ന ചന്ദ്രകലകൾ. തിരുമുടിയിൽ കാണുന്ന സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും നിഴലുകൾ വെള്ളത്തിൽ കാണുന്നതായാണ് സങ്കല്പം. ഉടയുടെ പിൻഭാഗത്ത് കാണുന്ന വസ്ത്രം താമരയെയും പുഷ്പത്തെയും സങ്കല്പിച്ചുള്ളതാണെന്ന്. സമുദ്രത്തിൽ വെള്ളത്തിൽ താമരയിൽ 8 കൈകളോടു കൂടി ഇരുന്നു കൊണ്ട് 2 ദീപയഷ്ടികൾ തൃക്കൈകളിൽ പിടിച്ച് മൂകതയിലും ആടതയിലും അലസതയിലും തപ്പിത്തിരിയുന്ന ജീവജാലങ്ങൾക്ക് വെളിച്ചം നൽകിക്കൊണ്ട് ശത്രു നിഗ്രഹം ചെയ്യുവാൻ മറ്റു കൈകളിൽ ഘേടകവാളും ചെറുപരിചയും പിടിച്ചുകൊണ്ടും കയ്യിൽ അന്നപൂർണേശ്വരിയായി മുറവും തൃശൂലവും പിടിച്ചുകൊണ്ടും മറ്റൊരു കയ്യിൽ മനുഷ്യന് വന്നു ചേരുന്ന 90 മഹാവ്യാധിയും അകറ്റുവാൻ കനകരത്നപ്പൊടിയെടുത്തുകൊണ്ടും അഭയദാന തൽപരയായി അനുഗ്രഹിച്ചുകൊണ്ടും നിൽക്കുന്നതായാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സൃഷ്ടി സ്ഥിതി സംഹാരരൂപിണിയായി ബ്രാഹ്മ വൈഷ്ണവ ശൈവ ഭാവങ്ങളുടെ സമാദരണീയമായ സങ്കല്പം തിരുമുടിയിലും കാണാം.
തിരുമുടിയിൽ കാണുന്ന സ്വർണവർണ്ണം മഹാലക്ഷ്മിയായും വെളുത്ത വർണ്ണം സരസ്വതിയായും കറുപ്പ് വർണ്ണം മഹാകാളിയായും സങ്കല്പിച്ചുകൊണ്ടുള്ളതാണ്. ഇടയിൽ കാണുന്ന സർപ്പങ്ങളിൽ വലതുഭാഗത്തേക്ക് ശ്രീ അനന്തനും ഇടതുഭാഗത്തേക്ക് കാർക്കോടകനുമാണ്. ശുഭനിശുഭന്മാരുടെ വധത്തിന് ചെല്ലുന്ന സമയത്ത് എല്ലാ ദേവന്മാരും അവരുടെ ആയുധവും ശക്തിയും കൊടുത്തപ്പോൾ ശ്രീ പരമേശ്വരൻ 2 വില്ലായി കൊടുത്തതാണ് ഈ 2 സർപ്പങ്ങളും. ഇവയെല്ലാം ശത്രു സംഹാര ഭാവങ്ങളായി കാണുന്നു. ഭഗവതിയുടെ തോറ്റം പാട്ടുകളിൽ ഈ രൂപവർണ്ണന കേൾക്കാം. 2 രീതിയിൽ ചരിത്രമുണ്ട്. പെരിഞ്ചല്ലൂർ ഇപ്പോഴത്തെ തളിപ്പറമ്പ് ഗ്രാമത്തിലെ ഒരു ബ്രാഹ്മണ കന്യക എഴുത്ത് പള്ളിക്കൂടത്തിൽ വച്ച് നടന്ന വാദപ്രതിവാദത്തിൽ പ്രഗത്ഭരെ തോൽപ്പിച്ചു. രസങ്ങളിൽ വെച്ച് കാമരസവും വേദനകളിൽ പ്രസവവേദനയുമാണ് അനുഭവങ്ങളിൽ മികച്ചതെന്നും സമർത്ഥിച്ചു. ഒരു കന്യകയുടെ ഇത്തരം അറിവിൽ സംശയിച്ചവർ അവൾക്കെതിരെ അപവാദ പ്രചാരണം നടത്തി ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കി. അപമാനിതയായ ആ കന്യക വടക്കോട്ട് നടന്ന് കരിവള്ളൂരെത്തി കരിവള്ളൂരപ്പനെയും ദേരമംഗലത്ത് ഭഗവതിയെയും കണ്ടു വണങ്ങി തൻ്റെ സങ്കടം അറിയിച്ച് മനമുരുകി പ്രാർത്ഥിച്ചു. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ സ്വയം അഗ്നികുണ്ഡമോ ഒരുക്കി ആത്മത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു. ദേരമംഗലം ക്ഷേത്രത്തിലേക്ക് എണ്ണയുമായി ആ വഴി പോയ മുച്ചിലോട്ട് പടനായർ തീയിലേക്ക് എണ്ണ ഒഴിക്കുവാൻ ആവശ്യപ്പെട്ടു. അവളുടെ വാക്കുകൾ കേട്ട് അമ്പരന്ന മുച്ചിലോട്ട് പടനായർ എണ്ണ മുഴുവൻ തീയിലേക്ക് ഒഴിച്ചു. അങ്ങനെ അഗ്നിപ്രവേശം ചെയ്ത് ആ സതീരത്നം തൻ്റെ ആത്മപരിശുദ്ധി തെളിയിച്ചു. ഒഴിഞ്ഞ പാത്രവുമായി വീട്ടിൽ വന്ന മുച്ചിലോടൻ കണ്ടത് പാത്രം നിറയെ എണ്ണ നിറഞ്ഞതായാണ്. ആത്മാഹുതി ചെയ്ത കന്യക കരിവള്ളൂരപ്പൻ്റെയും ദേരമംഗലത്ത് ഭഗവതിയുടെയും അനുഗ്രഹത്താൽ ഭഗവതിയായി മാറിയെന്നും മുച്ചിലോടന് മനസ്സിലാവുകയും തൻ്റെ കുലപര ദേവയായി കണ്ട് ആരാധിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് ബ്രാഹ്മണ കന്യക മുച്ചിലോട്ട് ഭഗവതിയായി മാറിയത്. വിവിധ സ്ഥലങ്ങളിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും തൻ്റെ ശക്തി തെളിയിക്കുകയും ചെയ്യുകയുണ്ടായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. തോറ്റം പാട്ട് മാത്രം തെളിവാക്കുകയാണെങ്കിൽ ദൈവം ബ്രാഹ്മണ കന്യകയാണെന്ന് ഉറപ്പിക്കാനാകില്ല. ഐതിഹ്യത്തിൽ മാത്രമാണ് ബ്രാഹ്മണ കന്യകയുടെ കഥ പറയുന്നത്. ഞാൻ എൻ്റെ തന്നെ സ്വാർത്ഥമായ ജീവിതത്തിൽ കുടുംബവും വീടും നാടും നഷ്ടമായി ജീവത്യാഗം ചെയ്യാൻ നോക്കവേ സുരതനും വൈശ്യനും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആദിപരാശക്തി അവർക്ക് ജീവിത സത്യങ്ങൾ പകർന്ന് മോക്ഷമേകിയ ഭുവനമാതാവ് കലിയുഗത്തിൽ അവതരിച്ചത്രേ. സുരതനായി പനക്കാഴ്ചയമ്പി, വൈശ്യനായി പടനായകൻ എന്നിവരും മുച്ചിലോട്ട് പട്ടോലിയിൽ ഇടം നേടി. നേത്രായുഗത്തിൽ ശ്രീരാമപത്നിയായ സീതയായി, ദ്വാരകത്തിൽ കൃഷ്ണ സോദരിയായ മായാദേവിയും വിശ്വാമിത്ര മഹർഷിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഗായത്രി ദേവിയുമാണ് മുച്ചിലോട്ട് ഭഗവതി. 1008 ദീപിക കോലുകളുള്ള ശ്രീ കൈലാസ ഹോമാഗ്നിയിൽ മഹാദേവന്റെ തൃക്കണ്ണ് പൊളിഞ്ഞപ്പോൾ കനകരാമയായി ഭുവനമാതാവ് ഉത്ഭൂതയായി. സർവായുധങ്ങൾ വരമരുളി ശിവശങ്കരൻ. ഒറ്റത്തണ്ടനാകുന്ന തേരിലൂടെ മാനവലോകത്ത് ഒരു നൂലിട വഴിയിലൂടെ പെരിഞ്ചല്ലൂരിൽ തേരിറങ്ങി തെക്ക് നിന്ന് വടക്കോട്ട് യാത്ര തുടർന്നു. പുലർത്തൊരു വഴിയും പടിപ്പുരയും കണ്ട് മോഹിച്ച് ഭുവനി മാതാവ് പടനായരുടെ ഗംഗയെന്ന മണിക്കിണറിലിറങ്ങി തണ്ണീർ ദാഹം തീർക്കവേ നീരെടുക്കുവാൻ വന്ന അദ്ദേഹത്തിൻ്റെ പത്നി കിണറ്റിൽ വിസ്മയം കണ്ടു. ഇക്കാര്യം പടനായരോട് പറയുന്നു. അദ്ദേഹം വന്നു നോക്കിയെങ്കിലും യാതൊന്നും കണ്ടില്ല. പിറ്റേ ദിവസം നിത്യം കണി കാണുന്ന കരിമ്പന വാടിക്കരിഞ്ഞത് കണ്ടു. അത് മുറിച്ച് 12 വില്ലാക്കി. 11 ചെത്തിച്ചാരി 12ാമത്തെ വില്ല് ഉയർന്നില്ല. അങ്ങനെയൊരു ദൈവമുണ്ടെങ്കിൽ ഈ വില്ലിൽ തൻ്റെയൊപ്പം വരട്ടെ എന്ന് പറഞ്ഞതും പക്ഷി പോലെ പറക്കുകയും പവിഴം പോലെ തിളങ്ങുകയും ചെയ്തു പള്ളിവില്ല്. പടനായർ പടിഞ്ഞാറ്റയിൽ കുടിയിലെത്തി. വീണ്ടും ഭുവനമാതാവ് ദേരമംഗലത്ത് യാത്ര തുടർന്നു. അവിടത്തെ സർവ്വകാര്യത്തിനും നിലനിന്ന് ദേരമംഗലത്തമ്മയുടെ സംപ്രീതി പിടിച്ചുപറ്റി ഉറച്ച സ്ഥാനത്തിനായും കളിയാട്ടം എന്ന കല്യാണവും കൽപ്പിച്ചു ദേരമംഗലത്ത് ഭഗവതി. അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങവേ കരിവള്ളൂരിലെ മുച്ചിലോട്ട് ഊഴാളൻ അവിടെ എത്തിപ്പെട്ടു. ആ മഹാമനസ്കന്റെ ഭക്തിവിശ്വാസത്തിൽ ദേരമംഗലത്ത് ഭഗവതിയുടെ ആശ്രയിച്ചതോടെ കരിവള്ളൂരിൽ പനക്കാച്ചേരി നമ്പിയുടെ ഭൂമിയിൽ മുച്ചിലോട്ട് ഭഗവതി കുടിയിരുന്നു എന്നാണ് പട്ടോലയിലുള്ളത്. തുടർന്ന് 115 മുച്ചിലോട്ട് കാവുകൾ ഉണ്ടായി.